മൈനറായ ഒരു പിഞ്ചു പെൺകുട്ടിയെ റാപ്പ് ചെയ്ത് അത് ചോദിക്കാൻ വേണ്ടി പോയ പിതാവിനെ പച്ചക്ക് തല്ലിക്കൊന്ന ഉന്നോവ കേസ് നമ്മൾ പ്രതികരിച്ചുവോ? കർഷകർ കൂട്ടത്തോടെ പഞ്ചാബിലടക്കം പല സംസ്ഥാനങ്ങളിലും ആത്മഹത്യ ചെയ്യുമ്പോഴും നമ്മൾ പ്രതികരിക്കുന്നുവോ? ബീഫ് കഴിച്ചതിന്റെയും കൈവശം വെച്ചതിന്റെയും പേരിൽ നോർത്ത് ഇന്ത്യയിൽ ആളുകളെ പച്ചക്ക് തല്ലിക്കൊല്ലുമ്പോഴും നമ്മൾ പ്രതികരിക്കുന്നുവോ? ഏറ്റവും കൂടുതൽ പ്രൈവസിയായി കൈകാര്യം ചെയ്യേണ്ട നീറ്റ് എക്സാം പേപ്പർ ചോർന്നപ്പോഴും നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ? 20 സ്റ്റുഡൻസ് ആണ് സൂയിസൈഡ് ചെയ്തത്. 21ാമത്തെ സ്റ്റുഡൻസ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങ് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ 40 ദിവസത്തിലേറെയായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നവരെ പച്ചക്ക് പട്ടിയെ തല്ലും പോലെ തല്ലിച്ചതക്കുമ്പോഴും നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ? നമ്മൾ ഇനി എന്നാണ് പ്രതികരിക്കുക? ഇതെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നു നിൽക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റി എന്ന് വരില്ല. ആരെയാണ് നമ്മൾ പേടിച്ചിരിക്കുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? പ്രതികരിക്കണം. നമുക്ക് പറ്റുന്ന രീതിയിൽ, നമുക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി പ്രതികരിക്കണം. നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ, കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. അതാണ്. ഇനിയും കാണാം.